ഹലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇന്ന് കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. എപ്പോഴും ദം ചെയ്തൊക്കെ ഉണ്ടാക്കുന്നേക്കാളും കുക്കർ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ നല്ലതായിട്ട് ചിക്കൻ കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ റൈസും കൂടി ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇത് ജീരകശാല റൈസാണ് കേട്ടോ. അത് ചെറിയ ബിരിയാണി അരി. അതിനൊരു നല്ല മണവും ടേസ്റ്റും ഒക്കെയാണ്. പക്ഷെ ഇതിന് പകരം ബാസ്മതി റൈസ് ആയാലും മതി. അപ്പോൾ ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തത്. അത് നല്ലപോലെ കഴുകി ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം 20 മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കാം. അടുത്ത നമുക്കിനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ 1 കിലോ ചിക്കനിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് അളവിൽ തൈര്. കുറച്ച് പുളിയുള്ള തൈരായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു വലിയ പിടി മല്ലിയില, അത്രയും തന്നെ പുതിനയില. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി വേണമെങ്കിലും ഇട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ മല്ലിയും പുതിനയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ലാസ്റ്റ് കുറച്ച് നെയ്യ്, ഒരു 3 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതെല്ലാം കൂടി ചിക്കനിലോട്ട് പുരട്ടി ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. കുറച്ച് കൂടുതൽ സമയം ഇരുന്നാലും നല്ലതാണ്. ചിക്കനിലോട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കും. ഞാനൊരു 20 മിനിറ്റ് ആണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കും. അപ്പോൾ ആ സമയം കൊണ്ട് മസാലയ്ക്ക് വേണ്ട സവോളയൊക്കെ ഒന്ന് നീളത്തിന് കനം കുറച്ച് അരിഞ്ഞു വെക്കാം. അപ്പോൾ ഞാനൊരു 4 വലിയ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ കുക്കർ വെച്ചു. അരി എത്ര എടുക്കുന്നോ അതിൻ്റെ അളവിൽ വേണം കുക്കർ എടുക്കാനായിട്ട്. ഇതൊരു 5 ലിറ്ററിൻ്റെ കുക്കർ കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ടു. നമ്മൾ അരിഞ്ഞു വെച്ച സവോള, കുറച്ച് ഉപ്പ്, എരിവിനനുസരിച്ച് 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി സവോള ഒന്ന് വാടി വരുമ്പോൾ ഇതുപോലെ ഒന്ന് വാടി കഴിയുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പൊന്ന് മാറുകയും വേണം. സവോള കുറച്ചും കൂടെ ഒന്ന് നിറം മാറി ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ പൊടികൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാലയും കൂടി ചേർത്ത് അതിൻ്റെ ഒരു പച്ച ചൊവയും കൂടി അങ്ങ് മാറിക്കഴിയുമ്പോൾ തക്കാളി ചേർക്കാം. ഞാൻ 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. അത് പറഞ്ഞില്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ലോൺ എടുക്കണം എന്നുള്ള കമൻറ്റൊക്കെ വരും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തക്കാളി വെന്ത് ഈ മസാലയുടെ കൂടെ അങ്ങ് ചേർന്ന് കഴിയുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മസാല ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് ഇത് നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ ആ ചിക്കനിലോട്ട് പിടിക്കണം. അപ്പോൾ നമ്മൾ കുക്കറിൽ എപ്പോഴും ചിക്കൻ ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ ഒക്കെ ഉണ്ടാക്കുമ്പം ആദ്യം ഇതുപോലെ മീറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വെള്ളവും അരിയും ഇട്ട് പിന്നെ വേവിക്കാവുള്ളൂ. അല്ലെങ്കിൽ അരി വേവാനായിട്ട് ഒരു വിസിൽ മതി. ആദ്യം കുക്ക് ചെയ്യാതെ വെറുതെ ചിക്കൻ ഇതുപോലെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തൊരു പച്ച ചൊവ ഉണ്ടാവും. മസാലയൊന്നും പിടിക്കാത്തൊരു ചൊവ ഉണ്ടാവും. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്കിത് വെറുതെ ഒന്ന് അടച്ച് വെക്കാം. വെയിറ്റ് ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് അടച്ചിട്ടേ ഉള്ളൂ. റൈസ് കുതിർത്ത് വെച്ചത് വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഇതിനകത്ത് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ. ചിക്കനിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം വന്നോളും. അപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ഈ ഒരു രീതിയിലായി കിട്ടും. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ചിക്കനിലോട്ട് കുറച്ച് മസാലയൊക്കെ പിടിച്ച് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മാക്സിമം 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുക്കറിലും കൂടി ഇട്ട് വേവിച്ച് കഴിയുമ്പോൾ പിന്നെ ചിക്കൻ വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോകും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തത്. അതിന് 3.5 കപ്പ് വെള്ളം. എത്ര റൈസ് എടുക്കുന്നോ അതിനേക്കാളും 1/2 കപ്പ് കൂടുതൽ വെള്ളം മതി. കുക്കറിലായതുകൊണ്ട് അത്രയും മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് നാരങ്ങാ നീരും കൂടെ കേട്ടോ. ഒരു ചെറിയ നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചു. ഇനി നമ്മൾ കുതിർത്ത് വെച്ച റൈസ് ഉണ്ടല്ലോ, 3 കപ്പ് ബസ്മതി അരി അല്ലെങ്കിൽ ജീരകശാല അരി ഏതായാലും വെള്ളത്തിൻ്റെ അളവ് ഇതുപോലെ തന്നെയാണ്. എത്ര റൈസ് എടുക്കുന്നോ അതിനേക്കാളും 1/2 കപ്പ് കൂടുതൽ വെള്ളം. ഇനി കുക്കർ അടയ്ക്കാം. ഇപ്പോൾ വെയിറ്റ് ഇട്ടിട്ടില്ല, മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ആവി വന്നതിന് ശേഷം വെയിറ്റ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ആവി വന്നു തുടങ്ങി. വെയിറ്റ് ഇട്ടതിന് ശേഷം തീ കുറച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് ഒറ്റ വിസിൽ വന്നാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പം നന്നായിട്ട് അതിൻ്റെ ഫുൾ ആവി പോയതിന് ശേഷം മാത്രമേ തുറക്കാവുള്ളൂ. സ്പൂൺ വെച്ച് ആവി കളയാനൊന്നും നോക്കരുത് കേട്ടോ. തനിയെ തന്നെ ആവി ഫുള്ള് പോയതിന് ശേഷം തുറന്നാലേ അത് പാകത്തിന് വെന്തിട്ടുണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ ബിരിയാണി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ റൈസൊക്കെ കണ്ടോ,
ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. ചെറിയ പീസുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ചിക്കൻ എപ്പോഴും കുറച്ച് വലിയ പീസായിട്ട് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പം റൈസിൽ ആ ചിക്കൻ്റെ മസാലയുടെ ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം ആ റൈസ് മാത്രം കഴിക്കാൻ തന്നെ നല്ല രുചിയാണ്. അപ്പോൾ ഈ ഒരു കുക്കർ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.